ഹലോ എവരിവൺ, വെൽക്കം ടു റോട്ടോ ടോക്സ്. അങ്ങനെ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്തായാലും IPL ആവേശമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ട് എന്തായാലും കുറയരുത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോക്ക് 100 ലൈക്ക് മിനിമം തന്നിട്ട് നമുക്കൊരു സപ്പോർട്ട് ഉണ്ട് നമുക്ക് അറിയിക്കുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യ ഫൈനലിൽ കയറാത്തത് കൊണ്ട് തന്നെ ആവേശം എല്ലാവർക്കും അല്പം കുറവാണ്. വലിയ ഒരു ശ്രദ്ധ കിട്ടുന്നില്ല നമ്മുടെ ഓഡിയൻസിനിടയിൽ നിന്ന്. എന്നാൽ പോലും മത്സരത്തിന് അതിൻ്റെ ആവേശത്തിനൊന്നും ഒട്ടും കുറവില്ല. ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ ദിവസം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ സ്ഥലത്തൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാഞ്ഞത്. എന്തായാലും മത്സരത്തിലേക്ക് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ പറയേണ്ടത് അവിടുത്തെ ആ ഒരു സ്ട്രീമിംഗ് ക്വാളിറ്റിയാണ് കേട്ടോ. അത് നമ്മൾ എടുത്ത് തന്നെ പറയണം. ആ മത്സരം കാണാൻ തന്നെ നമുക്ക് തോന്നിപ്പോകും, അത്രത്തോളം ക്വാളിറ്റിയിലാണ് അതിൻ്റെ സ്ട്രീമിംഗ് തന്നെ. കുറേ പേജസ് ഒക്കെ കമ്പയർ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ കളികൾ വെക്കുമ്പോഴുള്ള ആ ഒരു സ്ട്രീമിംഗ് ക്വാളിറ്റിയുടെ ആ ഒരു ഡിഫറൻസ് പലരും എടുത്ത് പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കളി വയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ക്വാളിറ്റി എത്രത്തോളം കുറവുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിന് മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരു എയർ ക്വാളിറ്റി തന്നെയാണ്. കാരണം ഇപ്പോൾ കൊൽക്കത്തയിലായാലും അല്ലെങ്കിൽ ഡൽഹിയിലായാലും ഒക്കെ എയർ പൊല്യൂഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സ്ട്രീമിംഗ് ക്വാളിറ്റീനെ അത് വല്ലാതെ രീതിയിൽ അഫക്റ്റ് ചെയ്യും. നേരെ മറിച്ച് ധർമ്മശാലയിലൊക്കെ കളി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ ഒരു ക്വാളിറ്റി വ്യത്യാസം ഉണ്ടായിരിക്കും. ഡൽഹിയിലത്തെ കളിയും അതുപോലെ തന്നെ ധർമ്മശാലയിലെ മാച്ചസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതൊരിക്കലും നമ്മുടെ ഇന്ത്യയിലെ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ പ്രശ്നമല്ല, അത് നമ്മുടെ എയർ ക്വാളിറ്റിയുടെ ഒരു പ്രശ്നം മാത്രമാണ്. ഇനിയും മത്സരത്തിലോട്ട് വരാൻ സൗത്ത് ആഫ്രിക്കയ്ക്കാണ് ടോസ് കിട്ടിയത്. അവർ ഓസ്ട്രേലിയനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. ആശിച്ചൊരു തുടക്കം തന്നെയാണ് സൗത്ത് ആഫ്രിക്ക കിട്ടുന്നത്. ഓപ്പണേഴ്സ് പെട്ടെന്ന് പുറത്താവുന്നു, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഹെഡ് വേഗം പുറത്താവുന്നു, ലബുഷേനെ അധികം പിടിച്ചു വെക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ഒരറ്റത്ത് സാക്ഷാൽ സ്റ്റീവ് സ്മിത്ത്. എന്തുകൊണ്ടാണ് ഈ ഒരു ജനറേഷനിലെ ഏറ്റവും മികച്ച ടെസ്റ്റ് പ്ലെയർ എന്ന് എല്ലാവരും കണ്ണും പൂട്ടി അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്? അതിനുള്ളൊരു ഉത്തമ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം ലോർഡ്സിൽ കണ്ടത്. ഫസ്റ്റ് ഇന്നിങ്സിൽ ഒരു തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ട് ഓസ്ട്രേലിയൻ ടീമിനെ എത്ര സുന്ദരമായിട്ടാണ് അദ്ദേഹം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് കരകയറ്റിയത്. തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ചൊരു ഇന്നിങ്സുകളിലൊന്നായിരുന്നു ഈ ഒരു അർദ്ധ സെഞ്ചുറി. അത് ആ ഒരു സിറ്റുവേഷൻ കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഫൈനൽ മാച്ചിൽ ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ തുടക്കത്തിൽ അത്രയും വിക്കറ്റ് പോകുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് ഇത്രയും മികച്ചൊരു ക്ലച്ച് ഇന്നിങ്സ് അദ്ദേഹം കളിക്കുന്നത്. ഫൈനൽ മത്സരങ്ങളിൽ തൻ്റെ 7ാമത്തെ അർദ്ധ സെഞ്ചുറിയാണ് അദ്ദേഹം പൂർത്തിയാക്കിയിരിക്കുന്നത്. ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വിദേശ ബാറ്റർ എന്ന റെക്കോർഡ് അദ്ദേഹം സ്വന്തം പേരിലാക്കി. ഫൈനൽ മത്സരങ്ങളിൽ 7 അർദ്ധ സെഞ്ചുറിയുള്ള അദ്ദേഹത്തിൻ്റെ മുൻപിലുള്ളത് സാക്ഷാൽ വിരാട് കോഹ്ലി മാത്രമാണ്, 10 അർദ്ധ സെഞ്ചുറി ആയിട്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മികച്ചൊരു അർദ്ധ സെഞ്ചുറി. അവിടെ നിന്ന് തന്നെ ഓസ്ട്രേലിയ മത്സരത്തിലോട്ട് തിരിച്ചു വരികയാണ്. പിന്നീട് വെബ്സ്റ്ററിൻ്റെ ഒരു ഇന്നിങ്സ്, അത് നമ്മൾ എടുത്ത് പറയണം. അദ്ദേഹത്തിന് ഇത്രയും ഒരു മികച്ചൊരു ഇന്നിങ്സ് ഞാൻ എന്തായാലും പേഴ്സണലി എക്സ്പെക്ട് ചെയ്തില്ല. അതൊരു കിടിലൻ ഇന്നിങ്സ് തന്നെയായിരുന്നു. വെബ്സ്റ്ററും കാരിയും കൂടിയുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ്, 200 മുകളിലോട്ടൊരു സ്കോർ ഓസ്ട്രേലിയയെ കൊണ്ട് എത്തിച്ചത് ആ ഒരു പാർട്ട്ണർഷിപ്പ് തന്നെയാണ്. സൗത്ത് ആഫ്രിക്കൻ ബോളിങ്ങിലോട്ട് വരുമ്പോൾ കഗിസോ റബാദ എന്തൊരു കിടിലൻ പ്ലെയറാണ് അദ്ദേഹം. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അന്ന് പന്തെറിഞ്ഞത്. വളരെ സുന്ദരമായിട്ടുള്ളൊരു സ്പെല്ലുകളായിരുന്നു കഗിസോ റബാദ അതുപോലെ ആൻസനും കൂടി തുടക്കത്തിൽ സൗത്ത് ആഫ്രിക്കയിൽ നൽകിയത്. അതുപോലെ സ്റ്റീവ് സ്മിത്തിൻ്റെ കീ വിക്കറ്റ് അത് മാർക്രം അദ്ദേഹം എടുക്കുകയുണ്ടായി. കഗിസോ റബാദ തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ചൊരു പോയിന്റിലാണ് നിലവിൽ എത്തി നിൽക്കുന്നത്. ടെസ്റ്റിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന ബോളർ എന്ന ബഹുമതി അത് ഷോൺ പൊള്ളാക്കിനെ മറികടന്നൊക്കെയാണ് അദ്ദേഹം. ഫ്രണ്ടിലുള്ളത് സ്റ്റെയിൻ മാത്രമാണ്. എന്തായാലും കരിയർ അവസാനിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന സൗത്ത് ആഫ്രിക്കൻ ബോളറായിട്ട് അദ്ദേഹം മാറും. സാക്ഷാൽ സ്റ്റെയിനെ മറികടക്കുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. കാരണം ഈ ഒരു ഫോമിലാണ് അദ്ദേഹം പന്തെറിയുന്നതെങ്കിൽ. തങ്ങൾക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള ലോർഡ്സിലെ ഗ്രൗണ്ടിൽ 212 എന്ന് പറയുന്ന മാത്രം ഒരു സ്കോർ ഫസ്റ്റ് ഇന്നിങ്സിൽ ഓസ്ട്രേലിയ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യമുണ്ട്, സൗത്ത് ആഫ്രിക്ക അതിൻ്റെ പകുതി പോലും എടുക്കില്ല എന്നുള്ളത്. കാരണം തങ്ങൾക്ക് അത്രയും ഒരു പരിചയമുള്ള ഒരു ഗ്രൗണ്ടിൽ ഇപ്പോൾ ഒരു ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാർ സ്ട്രഗിൾ ചെയ്യുമ്പോൾ സൗത്ത് ആഫ്രിക്കൻ ബാറ്റ്സ്മാൻമാർ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചു. അതുപോലെ തന്നെയാണ് സൗത്ത് ആഫ്രിക്കൻ ഫസ്റ്റ് ഇന്നിങ്സ് കണ്ടത്. ഫസ്റ്റ് ഓവറിൽ തന്നെ സ്റ്റാർക്ക് മാർക്രത്തിൻ്റെ വിക്കറ്റ് എടുക്കുകയാണ്, അതും ക്ലീൻ ബോൾഡ്. പിന്നീട് അങ്ങോട്ട് ഒരു സൗത്ത് ആഫ്രിക്കൻ ബാറ്റർക്ക് പോലും പിടിച്ചു വെക്കാൻ സാധിക്കുന്നില്ല. ഇന്നിങ്സിന്റെ തുടക്കത്തിൽ തന്നെ സൗത്ത് ആഫ്രിക്കൻ ഓപ്പണേഴ്സിനെ മടക്കി ഓസ്ട്രേലിയൻ ക്യാമ്പിൽ ആവേശം പടർത്തുകയാണ് സ്റ്റാർക്ക്. പിന്നീട് അങ്ങോട്ട് സ്റ്റബ്സ് ആയാലും അതുപോലെ വൾഡർ ആയാലും ആർക്കും പിടിച്ചു വെക്കാൻ സാധിക്കുന്നില്ല. ഒരു അറ്റത്ത് 30 ബോളിൽ 100 റൺസൊക്കെ എടുത്തിട്ടാണ് ഭാവം നിൽക്കുന്നുണ്ടായിരുന്നത്. അദ്ദേഹവും ഒരു പ്രതീക്ഷ നൽകിയെങ്കിൽ അദ്ദേഹം പെട്ടെന്ന് മടങ്ങാണ്ടായി. 96-4 എന്ന നിലയിലായിരുന്നു ഒരു ഘട്ടത്തിൽ സൗത്ത് ആഫ്രിക്ക. ആ സമയത്താണെങ്കിൽ ബെഡിങ്ങാമും അതുപോലെ തന്നെ അവരുടെ വിക്കറ്റ് കീപ്പർ വരേനും ക്രീസിലുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ 96-4 എന്ന അത്യാവശ്യം സേഫായൊരു സിറ്റുവേഷൻ തന്നെയായിരുന്നു സൗത്ത് ആഫ്രിക്ക. ഏകദേശം ഒരു 212 എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ സ്കോറിന് തൊട്ടടുത്ത് വരെ എത്താവുന്ന ഒരു പൊട്ടൻഷ്യൽ ആ ഒരു ഇന്നിങ്സിന് ആ സമയത്ത് ഉണ്ടായിരുന്നു. ക്രീസിലാണെങ്കിൽ ബെഡിങ്ങാമും അതുപോലെ തന്നെ വെരേനും. ഇതുവരെ സൗത്ത് ആഫ്രിക്കയുടെ ഏറ്റവും ബെറ്ററായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള 2 ബാറ്റേഴ്സാണ് ക്രീസിലുള്ളത്. ഓൾമോസ്റ്റ് സെറ്റായി കഴിഞ്ഞു. ആ ഒരു സന്ദർഭത്തിൽ സൗത്ത് ആഫ്രിക്കൻ ക്യാമ്പിൽ അല്പം ആശ്വാസം തന്നെയായിരുന്നു. പക്ഷെ അവിടെയാണ് കമിൻസ് എന്ന് പറയുന്ന ക്യാപ്റ്റൻ കളിയിലേക്ക് ഓസ്ട്രേലിയ തിരിച്ചു കൊണ്ടുവരുന്നത്. അവിടെ നിന്ന് 138 എന്ന് പറയുന്ന സ്കോറിലോട്ട് സൗത്ത് ആഫ്രിക്കനെ ഓൾ ഔട്ട് ആക്കുകയാണ് അദ്ദേഹം.
70 മുകളിൽ റൺസിൻ്റെ ഒരു വമ്പൻ ലീഡ് നേടുകയാണ് ഓസ്ട്രേലിയ. ഒരു ഘട്ടത്തിൽ 10 റൺസിൻ്റെ ആ ഒരു ലീഡൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഓസ്ട്രേലിയൻ ക്യാമ്പിലോട്ട് 70 റൺസിൻ്റെ ലീഡ് എന്ന് പറയുന്നത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് അവർ കൊടുക്കുന്നത്. കാരണം ഫസ്റ്റ് ഇന്നിങ്സിൽ ലീഡ് ഓസ്ട്രേലിയ നേടും എന്ന് നമുക്ക് ഏകദേശം ഉറപ്പ് തന്നെയായിരുന്നു. പക്ഷേ ഇത്രത്തോളം വലിയൊരു ലീഡ് ബാറ്റിങ്ങിൽ അല്പം ദുഷ്കരമായിട്ടുള്ള പിച്ച് തന്നെയാണ്. നമുക്ക് രണ്ട് ടീമിൻ്റെയും ബാറ്റിംഗ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അവിടെ ഇത്രയും വലിയൊരു ലീഡ് ഓസ്ട്രേലിയ ഫസ്റ്റ് ഇന്നിങ്സിൽ നേടിക്കഴിഞ്ഞു. സെക്കൻഡ് ഇന്നിങ്സിലും ഒരു 150 റൺസ് സെക്കൻഡ് ഇന്നിങ്സ് അടിക്കാൻ സാധിച്ചാൽ തന്നെ ഒരു വമ്പൻ ടോട്ടൽ തന്നെയായിരിക്കും സൗത്ത് ആഫ്രിക്ക ചേസ് ചെയ്യാനുണ്ടാവുക. നിലവിൽ ഇപ്പോൾ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കവാജയുടെ അതുപോലെ തന്നെ ഗ്രീനിൻ്റെ വിക്കറ്റ് നിലവിൽ പോയിട്ടുണ്ട്. എന്തായാലും അഭിഷേകിനായാലും സ്മിത്ത് ആയാലും ക്രീസിലുണ്ട്. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് അവരോട് ബിൽഡ് ചെയ്യുന്നത് തന്നെയാണ് നിലവിലൊരു സിറ്റുവേഷൻ വെച്ചിട്ട് തോന്നുന്നത്. യാൻസൺ ആയാലും റബാദ് ആയാലും വിക്കറ്റ് എടുക്കാനായിട്ട് കെൽപ്പുള്ള ബോളേഴ്സ് തന്നെയാണ്. പക്ഷേ ആ എപ്പോൾ എടുക്കും എന്ന് നമുക്ക് എന്തായാലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാർ സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറാണ്. നമുക്ക് കഴിഞ്ഞ WTC ഫൈനലിലും സ്മിത്തിൻ്റെ അതുപോലെ തന്നെ ഹെഡിൻ്റെ ഒരു മികച്ചൊരു പാർട്ട്ണർഷിപ്പ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പാർട്ട്ണർഷിപ്പുകൾക്ക് എന്തായാലും ഇന്നും സാക്ഷിയാവാൻ പറ്റുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു നിലവിലെ ഒരു അവസ്ഥയിൽ പറയാൻ പറ്റുന്നത്. എന്തായാലും ഒരു ആവേശജനകമായ ഫൈനൽ തന്നെയാണ്. നിലവിൽ ഓസ്ട്രേലിയക്കാണ് വളരെ അഡ്വാൻറ്റേജ് ആയിട്ട് ഓസ്ട്രേലിയയാണ് കിരീടത്തിനോട് അടുത്ത് നിൽക്കുന്നത്. സൗത്ത് ആഫ്രിക്ക വീണ്ടും പഠിക്കൽ കലം ഉടയ്ക്കുമോ എന്ന് തന്നെയാണ്. കാരണം എല്ലാവരും പ്രതീക്ഷിക്കും. കാരണം PSG കപ്പെടുത്തു, അതുപോലെ RCB കപ്പെടുത്തു. സൗത്ത് ആഫ്രിക്കയ്ക്കും ഒരു കപ്പ് ഇപ്പോൾ ഈ ഒരു വർഷം കിട്ടും എന്നെല്ലാവരും വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അപ്പുറത്ത് ഓസ്ട്രേലിയ ആയിപ്പോയി. അപ്പോൾ അവർക്ക് അവിടെ പ്രഡിക്ഷനോ അല്ലെങ്കിൽ പ്രാർത്ഥനകൾക്കോ ഒന്നും സ്ഥാനമില്ല. ഓസ്ട്രേലിയൻ ക്രിക്കറ്റുകൾ കൊണ്ട് തന്നെ തോൽപ്പിച്ചാലേ അവിടെ കിരീടം എന്ന സ്വപ്നത്തിലേക്ക് സൗത്ത് ആഫ്രിക്ക എത്താൻ പറ്റൂ. അപ്പോൾ അത് നടക്കുകയില്ല എന്ന് എന്തായാലും നമുക്ക് 2 ദിവസത്തിനുള്ളിൽ എന്തായാലും അറിയാൻ പറ്റും. എന്തായാലും കളിയുടെ ബാക്കി വിശേഷങ്ങളായിട്ട് നമ്മൾ അടുത്ത ദിവസം വരാനുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കെല്ലാം. അപ്പോൾ എന്തായാലും വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ നമ്മളത് ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എനിവേ താങ്ക് യു.